നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ്. പ്രായമായ അമ്മയ്ക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് പത്തനാപുരം ഗാന്ധി ഭവനിലെത്തിയ നടി ലൗലി ബാബുവിനെ കുറിച്ച് വന്ന വാർത്തകൾ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നതാണ്. നാടകത്തിലൂടെ സിനിമയിലെത്തി 18-ലധികം സിനിമകളിൽ അഭിനയിച്ച നടിയാണ് ശ്രീമതി ലൗലി ബാബു. ഇന്ന് നമുക്ക് അതിഥിയായി ചേരുന്നത് ലൗലിയാണ്. സ്വാഗതം ന്യൂസ് 3യിലേക്ക്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് ലൗലി ചേച്ചിക്ക് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ വീട് വിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അത് അമ്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് താങ്കൾക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത് എന്നൊന്ന് പറയാമോ? സംഭവിച്ചെന്ന് പറഞ്ഞ ഷൂട്ടിന് പോകുമ്പോ അമ്മ പ്രായമായപ്പോ അമ്മ ഇച്ചിരി പൊസസീവ്നെസ് കൂടുതലുള്ള ആളാണ്. എന്തിനും ഞാൻ വേണം ശഠിക്കുന്ന ഒരാളാണ്. അമ്മയ്ക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഒരു മോളാണ്. പക്ഷെ എന്റെ വീട്ടിലുള്ളവര് എനിക്ക് സപ്പോർട്ട് ആയിരുന്നില്ല. അപ്പോ പോകാതിരിക്കാനും പറ്റില്ല. എനിക്ക് മറ്റു മാർഗമൊന്നുള്ള ഒരാളല്ല. വരുമാനം എന്നുള്ള എന്റെ ജീവിതം ഇത് മാത്രമാണ്. അപ്പൊ ആ സ്ഥിതിക്ക് പോയിട്ട് വരുമ്പം അമ്മ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അമ്മ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അമ്മ മൂത്രം ഒഴിക്കുന്നു, ഇങ്ങനെയൊക്കെ പരാതികൾ മാത്രമായിരുന്നു. ആ പരാതികൾക്കിടയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെങ്ങ്. കാരണം എനിക്ക് അധികം വർക്കില്ല, 2-3 ദിവസമേ ഞാവുള്ളൂ ഷൂട്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ വിഷമങ്ങൾ ഭയങ്കരമായിരുന്നു. ഒരുപാട് ഞാൻ മാനസികമായി പീഡനമേറ്റ ഒരു സമയമുണ്ട്. അവസാനം എന്നോട് പറഞ്ഞു, ഇതൊരു ശല്യമാണോ, ഒന്ന് ഇതിനെ എവിടെ വേണമെങ്കിൽ ആക്കണം, അല്ലെങ്കിൽ പോകുന്ന വഴി കൊണ്ടുപോകണം, ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വീട്ടിലുള്ളവരെന്ന് പറയാൻ എന്റെ ഹസ്ബൻഡാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളൊന്നും സ്ഥലത്തില്ലാത്തത് കൊണ്ട് അവരോട് ഞാൻ പറയുമ്പോൾ അവർ പറയും, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ എന്ത് ഇടപെടാനാ, വീടായ ഇങ്ങനെയൊക്കെ കിടക്കും, അതൊക്കെ സഹിക്കണം എന്ന് പറയും. പക്ഷെ എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ കുറെ നാള് അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തെന്ന് പറയാം. എന്റെ റൂമിലേക്ക് അമ്മയൊന്ന് മാറ്റാൻ പോലും അമ്മ വർക്ക് ഏരിയയില്ല കിടത്തിരുന്നത് പോലും. കാരണം അമ്മ മൂത്രം ഒഴിക്കുന്നു. അങ്ങനെയൊക്കെ കാരണങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. അങ്ങനൊരു തീരുമാനം എടുത്തത്. എന്റെ നാട്ടിൽ തന്നെ പല സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു. പക്ഷെ അവിടെ ഞാനില്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കില്ല. അമ്മയ്ക്ക് ഞാൻ തന്നെ വേണം ഭക്ഷണം വാരി കൊടുക്കണം. വീട്ടിലുള്ളവർ കൊടുത്താലും ഒന്നും അമ്മ കഴിക്കില്ല. അങ്ങനെയൊക്കെ അമ്മയുടെ വാശിയുണ്ടായിരുന്നു. പക്ഷെ അമ്മയെ എനിക്കിന്ന് തിരുത്താനാവില്ലല്ലേ, നമ്മളല്ലേ മാറാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് പോരാനൊരു തീരുമാനം എടുത്തത്. അതാണ് ലൗലി ചേച്ചി ഈ വാർത്ത വന്നതിന് ശേഷം ഒരുപാട് പേരോട് ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഭർത്താവിനെയും മക്കളെയും കുറിച്ച് പറയുമ്പോൾ അവരെ മോശമായ രീതിയിലൊന്നും സംസാരിക്കുന്നില്ല. താങ്കൾ അവരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഈ വാർദ്ധക്യം അംഗീകരിക്കാൻ കഴിയുന്നില്ല, അത് എനിക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവരാണ്, നമുക്കും ഈ അവസ്ഥ വരും എന്നൊക്കെയുള്ള ഒരു ബോധം താങ്കൾക്കുണ്ട്. പക്ഷേ അത് താങ്കളുടെ കൂടെയുള്ളവർക്കില്ല, പലർക്കുമില്ല, നമ്മളിൽ പലർക്കുമില്ല. വലിയൊരു വിഷയമാണ് താങ്കൾ ഈ ഉന്നയിച്ചിരിക്കുന്നതും. ഞാൻ ആർക്കും ഭാരമാകണ്ട, എൻ്റെ അമ്മ ആർക്കും ഭാരമാകണ്ട എന്ന് പറഞ്ഞ് സ്വയമേ ഗാന്ധി ഭവനിലേക്ക് എത്തിയതും അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ ഭാരമാകുമെന്ന് എനിക്ക് തോന്നി. അമ്മ അതിനേക്കാൾ ഭാരമാകുമെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ വീട്ടില് 10-14 പട്ടിയുണ്ട്. ആ പട്ടിയുടെ ഒരു സ്ഥാനം പോലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാന്ന് തോന്നിയപ്പോ എനിക്ക് തോന്നി, ഇവിടെ തന്നാൽ ഒന്ന് ഞാൻ അമ്മയെ കൊന്ന് ഞാനും ആത്മഹത്യ ചെയ്യണം. പിന്നെ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ, അതായത് വേറൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കാൻ പോലും വരുമാനം എനിക്കില്ല. അമ്മയെ നോക്കാനായിട്ട് ഞാൻ കൂടെ നിന്നാൽ എനിക്ക് വരുമാനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരാളെ അമ്മയെ നോക്കാൻ ഏർപ്പെടാക്കണം. അതിനുള്ള വരുമാനം ഒന്നും എനിക്കില്ലായിരുന്നു. വർക്ക് വളരെ കുറവായിരുന്നു. 2-3 ദിവസമാണ് എന്റെ കൂടിൽ വന്നാലുള്ളത്. പിന്നെ വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ, എനിക്ക് മാർക്കറ്റിൽ പോകണം, ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്തിനും ഓടേണ്ടത് ഞാനാണ്. പക്ഷെ അമ്മ എപ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. എന്തിനെയോ അമ്മ ഭയപ്പെട്ടിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ വരണം, പോകുന്നതിന് മുമ്പ് വരണം. വന്നാൽ അമ്മ പിണങ്ങിയിരിക്കും ഞാൻ വരാൻ താമസിച്ചാല്. വാണ്ടൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി 2 മണിക്കൊക്കെ വീട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അമ്മയുടെ വിചാരം അടുത്തെവിടെയോ ആണ് തിരുവനന്തപുരം, എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിക്കും. പക്ഷെ അമ്മയുടെ സങ്കടങ്ങൾ എനിക്ക്, പിന്നെ എന്റേതായ സങ്കടങ്ങള്, എന്റെ അസ്വസ്ഥതകളൊക്കെ എനിക്ക് സഹിക്കാൻ വയ്യാതായിരുന്നു. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ശരി ഇതാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ശരിയായി ഞാൻ ചെയ്തു. അവരുടെ ശരിയാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, മൂത്രം ഒഴിക്കുന്നു, ആൾക്കാർ വരുമ്പോൾ നാറ്റം വരും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുന്നു. അപ്പൊ അവര് മുറി പുറത്തൊന്ന് അടച്ചിട്ടു, പുറത്തോട്ട് ഇറങ്ങിയിരിക്കാൻ. അമ്മ ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അതെനിക്ക് സഹിക്കാനാവില്ല. കാരണം പ്രായമാകുമ്പോൾ സമീപനം കൂടുതൽ നമ്മുടെ മക്കളെ, ഞാൻ ഒരു മോളായതുകൊണ്ട് അമ്മ എന്നെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. അമ്മയ്ക്കും ഉണ്ടായിരുന്നു. എന്റെ ഭർത്താവിനെയും ഒന്നും അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അമ്മയുടെ ഭാഗത്തുകൊണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും പോയാലും ഒക്കെ അതിന് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ
അതെനിക്ക് മനസ്സിലാകും. എന്റെ അമ്മയാ, അമ്മ കൂടുതൽ അമ്മയ്ക്ക് അമ്മ എന്റെ സമയം കൂടുതൽ അമ്മയ്ക്ക് ചെലവഴിക്കണം എന്ന് അമ്മ ആഗ്രഹിക്കുന്നു. ഭർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നു, മക്കൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷെ എല്ലാത്തിനും നടുവിൽ നിന്ന് ഞാൻ അങ്ങ് മടുത്തു, ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് കൊന്നിട്ട് മരിക്കാം എന്ന് ആഗ്രഹിച്ചു, അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെതായ ഒരുപാട് വിഷമങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവസാനം ഞാൻ അമ്മയെ നോക്കുന്ന ഡോക്ടറോട് വെച്ച് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെച്ചപ്പോ പറഞ്ഞു, ചേച്ചി ഡിപ്രഷൻ ഉണ്ടാകുന്നത് വീട്ടിലെ സാഹചര്യം, വീട്ടിലുള്ള ഒരു സപ്പോർട്ടല്ല, അമ്മ അമ്മ അനുസരിക്കാൻ തയ്യാറല്ല, അമ്മയുടെ പ്രായം അതാണ്, അല്ലെങ്കിൽ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ചേച്ചി എങ്ങോട്ടെങ്കിലും മാറണം, അതിനുള്ള വരുമാനമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ. അങ്ങനെയാണ് ഞാൻ അഭയം തേടിയത്. ഞാൻ ആലോചിക്കായിരുന്നു ലൗലി ചേച്ചി, കാരണം ഇതുപോലെ ലൗലി ചേച്ചി ഒരു മകള് മാത്രമല്ല, അമ്മ കൂടിയാണ്, ഒരു ഭാര്യയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ നേരത്തെയും സ്ത്രീകൾക്കുണ്ടായിരുന്നിരിക്കണം. അവരൊക്കെ ഭർത്താവിൻ്റെയോ മക്കളുടെയോ ഒക്കെ നിർബന്ധത്തിൽ അമ്മയെയോ അച്ഛനെയോ ഒക്കെ ഇതുപോലെയുള്ള അഗതി മന്ദിരങ്ങളിലേക്കോ ഒക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടാവണം, ഒഴിവാക്കി കാണണം. അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് നിന്ന് വഴക്ക് പറഞ്ഞിട്ടോ മർദ്ദിച്ചിട്ടോ ഒക്കെ ഉണ്ടാകാം. നമ്മൾ പല വാർത്തകളും കാണുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് എൻ്റെ മക്കളോ ഭർത്താവോ അല്ല വലുത് എന്നൊരു തീരുമാനം എടുത്തല്ലോ. അതിലേക്ക് എത്താൻ അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. നമ്മളെപ്പോഴും പ്രസൻറ്റിനെ കുറിച്ചാണ്, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാറ് കുറവാണ്. എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്? തീരുമാനത്തിലെത്തി എന്റെ അമ്മ, എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ കഷ്ടപ്പെടുന്ന ഒരമ്മ. അമ്മ പശു, ആട്, ഇതൊക്കെയാണ് അമ്മയുടെ. അവരോട് സംസാരിക്കുന്ന പോലെ നമ്മളോട് സംസാരിക്കാറുള്ളൂ. കാരണം അതാണ് എല്ലാം. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മയാണ്. ഞാൻ നാടകത്തിന് പോകാൻ തുടങ്ങിയപ്പോ പോയി എന്റെ 2 മക്കളായപ്പോ ആ 2 മക്കളെയും ഒന്നിനെ എളിയിലും വെച്ച്, ഒന്നിനെ കൈക്ക് തൂങ്ങി പിടിച്ച് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് ഞാൻ ഉറക്കം കഴിഞ്ഞ് വരുമ്പോ കുറച്ച് ഉറങ്ങിക്കോ, പോകാൻ നേരത്തെ ഞാൻ വിളിച്ചോളാം, 1 മണിക്കൂർ മുമ്പായിട്ട് കുളിച്ച് ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ എന്റെ മക്കളെയും എന്നെയും പൊന്നുപോലെ നോക്കി. അവർക്ക് അത് കഴിഞ്ഞൊരു ലോകമില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ വളരെ റൂളായിട്ടേ സംസാരിക്കുള്ളൂ, നമ്മളെ കാണുമ്പോൾ ചേർത്ത് പിടിക്കില്ല, അങ്ങനെയൊന്നും കരുതലൊന്നും അമ്മയ്ക്ക് അറിയില്ല. ആ അമ്മയെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അതായിരുന്നു. എനിക്ക് ഈ ലോകത്തിന് ഇനി മുമ്പ് ചെയ്യാനില്ല അമ്മയ്ക്ക് വേണ്ടി. ഇത്രയും സഹനം ഉള്ള ഒരമ്മ ഒരു സ്ത്രീയും ലോകത്തുണ്ടാവത്തുമില്ല. എനിക്ക് തോന്നി അവരൊക്കെ അവരുടെ വഴിക്ക് പൊക്കോട്ടെ, എനിക്കിനി എന്ത് കിട്ടിയാലും അതൊരു ശാപം എനിക്ക് വേണ്ട. അമ്മ മനസ്സുകൊണ്ടൊന്ന് നോക്കിയാൽ ഞാൻ ഭസ്മമായി പോകും. കാരണം അത്രയേറെ കഷ്ടപ്പെട്ടത് എൻ്റെ അമ്മ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ ഉപേക്ഷിച്ചാലും മക്കൾ ഉപേക്ഷിച്ചാലും ലോകം എന്തെല്ലാം പറഞ്ഞാലും എന്റെ ശരി ഇതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടെ ഞാൻ പോകും. ഇപ്പൊ എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു സിനിമ കുറെ നാൾ സിനിമയിലേക്കൊന്നും എത്തിയില്ലെങ്കിലും ഇപ്പൊ വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നുണ്ട് അല്ലെ? സീരിയലിലേക്ക്. സിനിമയല്ല, ഒരു സീരിയല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒരു പുതിയ സീരിയല് ചെയ്തു. സിനിമക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. അത് മാത്രമായിരുന്നു എന്റെ ഒരു കാരണം. എനിക്ക് സാമ്പത്തികമായി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഇനി എനിക്ക് എന്റെ വീട്, കാരണം അവർക്കൊക്കെ എല്ലാ ഹസ്ബൻഡിനൊക്കെ പണമാണ് ദൈവം എല്ലപ്പോഴും പറയാറുണ്ട്. അപ്പൊ വീടുണ്ട്, സ്ഥലമുണ്ട്. പക്ഷെ ഞാൻ ചെന്നാലും എനിക്ക് തന്നെ എന്റെ അവസ്ഥ, കാരണം ഇതിനേക്കാൾ ഭീകരമായിരിക്കും എന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നു, എനിക്ക് സ്വസ്ഥമായ ഒരു 2 സെന്റ് സ്ഥലവും ഒരു വീടും എനിക്ക് ഉണ്ടായാൽ അത്. ഞാൻ ഗാന്ധി ഭവന് സുരക്ഷിതയാണ്. ഗാന്ധി ഭവനാണ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എനിക്ക് ഷുഗറുള്ള ആളാണ്. എന്റെ ചികിത്സ, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഡയപ്പർ, എല്ലാം എല്ലാ കാര്യങ്ങളും ഒന്നിനും ഒരു കുറവും ഇല്ലാതെ ചെയ്യുന്നത് ഗാന്ധി ഭവനാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എന്ന് വെച്ചാൽ, എങ്ങനെ കടം, കുറച്ച് ബാധ്യതകളുണ്ട്, അത് തീർക്കണം. തീർത്തു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു ചെറിയ വീടെങ്കിലും എനിക്ക് ഉണ്ടാക്കണം. അത് ഭാവിയിൽ ഗാന്ധി ഭവൻ ഉള്ളതായിരിക്കണം. എനിക്കിനി ആരും നോക്കാനാണ്. ഞാനെല്ലാം എന്റെ മക്കള്, എന്റെ കുടുംബം, എന്റെ സ്വത്ത്, എന്റെ മക്കൾ മാത്രമാണ് എനിക്ക്. എന്റെ ദൈവം ദാനം തന്ന മക്കൾ എല്ലാം ദാനമാണ് ദൈവത്തിന്റെ. അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയെന്ന് പിന്നീട് എനിക്ക് തോന്നിയത്. ഞാൻ ഒന്നും അല്ല, വെറും ഒരു ജോലിക്കാരി മാത്രമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. ഞാൻ പോകാറുണ്ട്. ഒരു മാസം മുമ്പ് വരെ ഞാൻ പോയിരുന്നു വീട്ടില്. ചേച്ചി, അതെ, അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അവരോട് ഇപ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ല? ഇത്രയും ജീവിതം തന്നെ വലിയ രീതിയിൽ മാറി, ഒരു അഗതി മന്ദിരത്തിലേക്ക് എത്തേണ്ടി വന്നു, അമ്മയെയും കൊണ്ട്.
എന്നിട്ടും അവരോടൊന്നും ദേഷ്യമില്ലായി കഴിഞ്ഞ മാസം വരെയും പോയി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ അമ്മ മാത്രമാണോ ശരിക്കും അവർക്കൊരു തടസ്സം? അതെ, അമ്മയാണ് അവർക്ക് തടസ്സം. എന്റെ അമ്മയാണ് തടസ്സം. പക്ഷെ അമ്മയില്ലാത്തൊരു വീട്ടിലേക്ക്, കാരണം അമ്മ ഉണ്ടാക്കിയ മണ്ണാണ്. അമ്മ ആഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ മണ്ണിൽ കിടന്ന് നമുക്ക് മരിക്കണം. അതിനവര് കൊണ്ടുപോകാൻ തയ്യാറല്ല. കാരണം അവരോട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ അറിവോടുകൂടി അല്ലല്ലോ പോയത്. പക്ഷെ ഞാൻ പോരുന്നതിന്റെ തലേദിവസം എന്റെ ഇളയ മകനോട് വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ഇന്നതുപോലെ പോകുന്നു കൊച്ചെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, വീടായ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് അച്ഛയും അമ്മച്ചും തമ്മിലുള്ള പ്രശ്നമുണ്ട്, പണ്ട് തൊട്ട് അവര് തമ്മിൽ ചേരുകയെന്ന് അറിയത്തില്ലേ, അപ്പൊ സഹിച്ചേ പറ്റൂ എന്ന് പറയാം. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം അമ്മ ഓരോ ദിവസവും പ്രായമേറി അമ്മ വല്ലാത്തൊരവസ്ഥയിലേക്കാണ്. അപ്പൊ അമ്മയോട് ഭയങ്കര കരുതൽ കാണിക്കണം. എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് കുത്തും കൊള്ളും വെച്ചുള്ള സംസാരവും ഒന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോകുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ ഇവിടെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ 2 മക്കളുടെ വരണമെന്ന് പറഞ്ഞു, ഭർത്താവും വരണമെന്ന് പറഞ്ഞു. പക്ഷെ 2 മക്കളുടെ വന്നപ്പം അവരുടെ തീരുമാനങ്ങൾ നേരെ തിരിഞ്ഞു. അവർക്ക് കൊണ്ടുപോകാൻ തയ്യാറല്ല, കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല. അവർക്ക് ബാധ്യതകളുണ്ട്, കടമുണ്ട്. അതുകൊണ്ട് ഒരാളെ കൊണ്ടുപോയി നോക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഒക്കെ എന്റെ മക്കൾ ഇവിടെ ഗാന്ധി ഭവനിൽ പറഞ്ഞു. അപ്പൊ ആ സ്ഥിതിക്ക് അവർക്ക് അമ്മയെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. എന്തെങ്കിലും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെ ഒരു ചെയ്ത് വേണ്ട, കാണാൻ വരരുത്. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, വരരുത്. അപ്പോഴും ഞാൻ വിചാരിച്ചെന്റെ മക്കൾക്കൊരു മാറ്റം വരും. അപ്പന് മാറ്റം വന്നില്ലെങ്കിൽ മക്കളിലൂടെ മക്കൾക്ക് മനസ്സിലാവുള്ളൂ. പുതുതലമുറയിലെ അവർക്ക് അമ്മ കഷ്ടപ്പെട്ടതാണല്ലോ, എന്തോ ആട്ടെ, അവരാണ് ചെലവിന് തരുന്നത്, അപ്പൊ മനസ്സിലാവുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ കണക്കൂട്ടുകളൊക്കെ തെറ്റായി. ഈ ഗാന്ധി ഭവൻ എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം ആത്മഹത്യ വരെ ചെയ്യാൻ ശ്രമിച്ച ആളാണ് അമ്മയെയും കൊണ്ട്. പക്ഷെ എങ്ങോട്ട് പോകണം എന്ന് ആലോചിച്ചപ്പോൾ ഈ ഗാന്ധി ഭവനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അവിടെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആദ്യം? സാറിനെ ഞാൻ ഇവിടെ നേരിട്ട് വന്ന് കാണുകയായിരുന്നു. കണ്ടപ്പോഴും സാറിനോട് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ബാധ്യതകളുണ്ട്, അമ്മ എവിടെ നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് ഭയമാണ്, പിന്നെ എനിക്ക് ജോലിക്ക് പോയേ പറ്റും. ഒരാളെ വീട്ടിൽ സ്ഥിരമായി നിർത്താനുള്ള വരുമാനം എനിക്കില്ല. ഞാൻ ഇല്ലാത്തപ്പോ മാത്രം അമ്മയെ നോക്കാൻ ഒരാളെ നിർത്തിയിരുന്നതാണ്. അതും വീട്ടിലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ കൊച്ചു ഒരു ദിവസം ഞാൻ ഷൂട്ടിന് പോയപ്പോ അങ്ങ് പോയി. അപ്പൊ അതിനുശേഷം ഞാൻ അതിനോട് ചോദിച്ചോ പറഞ്ഞു, എനിക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന വർത്തമാനം വീട്ടിൽ നിന്ന് വന്ന ആന്റി ഉള്ളപ്പോൾ മാത്രം വന്ന് നിൽക്കാം, അതുകൊണ്ട് ഞാന് നിക്കത്തില്ല. പിന്നെ ഒരാളെ എനിക്ക് നിർത്താൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഇതേ ഒരു മാർഗമുള്ള, എനിക്ക് അമ്മയും കാണണം, അമ്മയ്ക്ക് എന്നെയും കാണണം. ഇവിടെ വന്ന് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാറ് നിവൃത്തിയില്ലെങ്കിൽ ഇനി പോന്നോളൂ പറഞ്ഞു. എന്നെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇവിടെ വന്നപ്പോ സാർ ഒരു കാര്യം പറഞ്ഞു, ജോലിക്ക് പോകാനായിട്ട് ഒരു തടസ്സവും ഇല്ല, അമ്മയെ ഇവിടെ എല്ലാവരും ഉണ്ട്, അമ്മയെ ഒരു കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ശബരിമലയ്ക്ക് പോകാമെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പലരും വിചാരിച്ചു ഇവിടുന്ന് ഗാന്ധി ഭവനിൽ വിടില്ല എന്ന് വിചാരിച്ചായിരിക്കും പലരും എന്നെ വിളിച്ചില്ല. ഇപ്പോഴാണ് ഒരു പുതിയ വർക്കിന് വേണ്ടി വിളിച്ചത്, ഏഷ്യാനെറ്റിന് വേണ്ടി. കാരണം എന്റെ സാമ്പത്തികമായി ഞാൻ തകർന്ന് തരിപ്പണമാണ് വന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ്. വളരെ 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 എനിക്കത് പറയാൻ, എന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് സഹായിച്ചാണ് ഞാൻ ഇതുവരെ ഈ ഒരു വർഷം പിടിച്ചു നിന്ന്. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിഷ്ടവും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഈ വർക്ക് കിട്ടിയപ്പോഴും ഒരുപാട് സന്തോഷമായി. ഗാന്ധി ഭവനോട് പറഞ്ഞപ്പോ അതിനേക്കാൾ സന്തോഷിച്ചു. കാരണം എന്നോട് പറഞ്ഞത് മോട്ടിവേഷൻ ആവും, പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ സന്തോഷമല്ലേ, അതുകൊണ്ട് ഒന്നും ഭയപ്പെടണ്ട, ഞങ്ങളെല്ലാം കൂടെയുണ്ട്. എനിക്ക് ഗാന്ധി ഭവൻ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ കുടുംബമാണ് ഇപ്പൊ ഗാന്ധി ഭവൻ എന്ന് എനിക്ക് പറയാൻ പറ്റി. അതെ, ബാധ്യതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അത് സ്വന്തമായി താങ്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ബാധ്യതയല്ലോ. താങ്കളുടെ മക്കളെ വളർത്തി അമ്മയെ നന്നായി നോക്കണമെന്ന് ആഗ്രഹിച്ചു, ഭർത്താവിനൊപ്പം ഒരു നല്ല കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അമ്മയുടെ ഈ പ്രായാധിക്യവും താങ്കൾ നേരത്തെ പറഞ്ഞ വാർദ്ധക്യമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന പിടിവാശിയും ബുദ്ധിമുട്ടും അതൊക്കെ മാത്രം ഒരു ജീവിതം മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ബാധ്യതകൾ താങ്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചതല്ലല്ലോ. അല്ല, ഒരു ബാധ്യത തീർക്കാൻ അടുത്ത കടം വാങ്ങിക്കും, അത് തീർക്കാൻ കാരണം കൊടുക്കൽ വാങ്ങൽ നമ്മൾ സത്യസന്ധരായിരുന്നെങ്കിൽ ആരെങ്കിലും തരത്തുള്ളൂ. പക്ഷെ അതൊന്നും ഇപ്പൊ അവർ അംഗീകരിക്കാൻ, എന്റെ ഇളയ മകനായിട്ട് എനിക്കൊന്നും 1 രൂപ പോലും ബാധ്യത വരുത്തിയിട്ടില്ല. മൂത്ത മകന് വേണ്ടിയിട്ട് വാങ്ങിച്ച, പക്ഷെ അതിന്റെ പലിശ അവൻ വാങ്ങിച്ച പൈസയൊക്കെ പിന്നീട് അവൻ ഉണ്ടായപ്പോ തന്നു, അവന്റെ കയ്യിൽ കാശ് കിട്ടിയപ്പോ തന്നു. പക്ഷെ അതുവരെ ഞാൻ കൊടുത്ത പലിശ കാശോ ഒന്നും എനിക്ക് തന്നില്ല. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ബാധ്യത എടുത്തു. കൂടുതൽ
ഒരു 4 ലക്ഷം രൂപ എനിക്ക് ഇപ്പോഴും ബാധ്യതയുള്ളൂ. അതിൽ പകുതി ഇളയ മോനോട് ഒരു ലോൺ എടുപ്പിച്ച, ബാക്കിയുള്ള എനിക്ക് പുറത്ത് കടവ്. 4 ലക്ഷം രൂപ എനിക്ക് കടവുള്ളൂ ഇപ്പോഴും. പക്ഷെ അതവര് വലിയൊരു ബാധ്യതയായി. 4 ലക്ഷം രൂപയുടെ ഒരു വിലയെ എനിക്കുണ്ടു. എനിക്ക് 2 ലക്ഷം രൂപയെ മോനോട് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. ആ 2 ലക്ഷം രൂപയുടെ വിലയെ എനിക്കുള്ളൂ. ആ 2 ലക്ഷം രൂപ ലോൺ എടുപ്പിച്ചപ്പോൾ മുതൽ എന്നോട് മക്കളകന്നു, ഭർത്താവ് അകന്നു. അതെന്ന് പറഞ്ഞാൽ അവര് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയായി. പിന്നെ എന്ത് ചെയ്താലും ഒരു കണക്കുകള്. അതായത് ഞാൻ ആരുമല്ല, ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, മര്യാദയ്ക്ക് നിന്നാ മതി, മനസ്സുണ്ടെങ്കിൽ നിന്നാ മതി. ഇങ്ങനെ എന്തോ എന്നെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഞാൻ ആരുമല്ലാത്തൊരവസ്ഥയായി. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. കാരണം ഞാൻ ജീവിച്ചതും ഇതുവരെ കഴിഞ്ഞതൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട്, ഒരു 2 വർഷം മുമ്പ് ഞാൻ ആരുമല്ല ഈ വീട്ടിൽ, ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടണം, ഇവിടുന്ന് പോകണം അങ്ങനെ ഒരു തീരുമാനം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും വീണ്ടും അമ്മയിലൂടെയും എല്ലാം കൂടെ വന്നപ്പോ സഹിക്കാൻ പറ്റാതായി. ടോർച്ചറിങ് ഒരുപാടുണ്ടായി എനിക്ക്. വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും സംസാരിക്കുന്നതും ചോദിക്കുന്നതും. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം വീണ്ടും അഭിനയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സ്വന്തമായിട്ട് കുറേ ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം ശരിയാണ് എന്ന കാര്യവുമായി മുന്നോട്ട് പോകുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് വിഷമിക്കുകയല്ല വേണ്ടത്, ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും അതിൽ സന്തോഷമുണ്ട്. 18-ലധികം സിനിമകളെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ വേഷങ്ങളിൽ ചേച്ചിയെ കണ്ടു. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? സഹായിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ കുറച്ച് പേര്. സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ ഈ സിനിമയിലുള്ളവരൊക്കെ തന്നെയാണോ? സുഹൃത്തുക്കളായിട്ട് സിനിമയിലുള്ളവർ ആരോടും ഞാൻ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്റെ നാട്ടിൽ തന്നെ ഒരുപാട് എന്റെ അമ്മയെ നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ എന്റെ യോഗ ടീച്ചറുണ്ട്. അങ്ങനെ കുറെ നല്ല സുഹൃത്തുക്കൾ, എല്ലാ തരത്തിലുള്ള കലാകാരന്മാരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്റെ കൂടെ സീരിയലിൽ അഭിനയിച്ചവര്, നാടകത്തിൽ അഭിനയിച്ചവര്. പിന്നെ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ അന്ന് എന്നെ ചികിത്സിച്ച ഡോക്ടർ, അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എന്ന്. പക്ഷെ എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ലല്ലോ. അതാണ് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത്. ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ലല്ലോ. ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ജോലി അറിയാവില്ല, ആരും വിളിക്കുന്നില്ലല്ലോ. ആ ഒരു സങ്കടമായിരുന്നു. അതെനിക്ക് മാഡം പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ആ ജോലി കിട്ടിയതില്. എന്നെ ഏഷ്യനെറ്റിലേക്ക് വർക്കിന് വിളിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ചതിനെ കൂടുതൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കത് മതി. എന്റെ കടങ്ങൾ വീട്ടി സ്വസ്ഥമായാൽ മതി. പിന്നെ എന്തെങ്കിലും ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, എപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്കൊരു വീട് സ്വസ്ഥമായിട്ട്, എനിക്ക് സ്വസ്ഥമായിട്ട് കഴിയാൻ എനിക്കും എന്റെ അമ്മയ്ക്കും കഴിയാൻ പറ്റും. വീട് സ്വപ്നം, അതെന്റെ കാലശേഷം ഗാന്ധി ഭവനവും അത് മാത്രം എനിക്കിപ്പോ ആഗ്രഹമുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ടായി, ഒരു സ്വപ്ന ഭവനം ഉണ്ടാവും. കാരണം ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ 2 കൈ നീട്ടി സ്വീകരിച്ചതാണ് ഗാന്ധി ഭവൻ. എന്നെ സ്വീകരിക്കാൻ അവർ ഒരു നേരിക്കണം. എന്റെ മക്കൾക്ക് ജോലിയുണ്ട്, എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവർക്ക് എന്നെ സ്വീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ സാഹചര്യം മനസ്സിലാക്കി എന്നെ സ്വീകരിച്ച് എന്നെ ഇതുവരെ നടത്തുന്നവരായി, ഈ നിമിഷം വരെ നടത്തുന്നവരായി. ഈ 1 വർഷക്കാലമായി ഇവിടെ വന്നിട്ട് എന്റെ മക്കള് 1 രൂപ കൊണ്ട് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി തന്നെ എന്റെ അമ്മ അവരെ അതുപോലെ വളർത്തിയതാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. എത്ര വഴക്കുണ്ടായാലും അവരുടെ അമ്മൂമ്മയിൽ നിന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അവരുടെ അമ്മയാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇത് അമ്മച്ചിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ എന്റെ മക്കൾ ചോദിച്ചിട്ടില്ല, തന്നിട്ടില്ല. 2 പ്രാവശ്യം, ഓരോ പ്രാവശ്യം 2 മക്കൾ ഇവിടെ വന്നു. എന്നിട്ട് അവര് വലിയ പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ട് പോയി. പക്ഷെ എന്താ വേണ്ടെന്ന് പോലും ഒരു ഓറഞ്ച് കഷ്ണം, ഒരു ബിസ്ക്കറ്റ് കഷ്ണം പോലും എന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഗാന്ധി അതെല്ലാം ചെയ്തു. അവർക്കത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എനിക്ക് മക്കളുണ്ട്. മക്കളുമായിട്ട് ഞാൻ പിണങ്ങിയല്ല പോകുന്നത്, ഭർത്താവുമായിട്ട് പിണങ്ങിയല്ല പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം എന്റെ ഭർത്താവിനെയും കൂടി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹത്തിന് വയ്യാണ്ടായിരുന്നു. ഞാൻ അത്രയേറെ എന്റെ കടമകൾ ചെയ്ത ഒരാളാണ്. എന്നെ ഇത്ര നിഷ്കരണമായിട്ട് തള്ളിയത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. വിഷമമാണ്. പിന്നെ എന്നെ തിരിച്ചറിവില്ലാത്ത മക്കളാണ്. പക്ഷെ എന്റെ ഭർത്താവിനെ തിരിച്ചറിയൂടെ? അദ്ദേഹത്തിന് വയ്യാത്ത ഒരാളാണ്. അത് മാത്രം എന്റെ സങ്കടം. എനിക്കൊരു സങ്കടവും ഇല്ല മാഡം. സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ്. കാരണം എന്റെ ജോലിയിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റി. അത് മാത്രമാണ് സന്തോഷം. അത് മതി എനിക്ക്. ലവ്ലി ചേച്ചി കൈയെടുത്ത് സംസാരിച്ചപ്പോഴാണ് കയ്യിൽ ക്യാൻഡിലൊക്കെ ഉണ്ടല്ലോ, ഒരു സൂചിയൊക്കെ കുത്തിയിട്ടുണ്ട്. എന്താണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? അത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൊന്മുടിയായിരുന്നു ലൊക്കേഷൻ. അവിടെ 6-7 ദിവസം നിന്നപ്പോൾ എനിക്ക് ബോഡി പെയിൻ ഉണ്ടായി. കാരണം മല കയറി ഇറങ്ങി ഭയങ്കര മഴയായിരുന്നു അവിടെ. അപ്പൊ ബോഡി പെയിൻ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു
ഒത്തിരി നാളായില്ല വർക്ക് ചെയ്തിട്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ തട്ടുതട്ടായിട്ടുള്ള സ്ഥലങ്ങൾ, കുന്നുമലകളൊക്കെ ആയിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. ഇപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റിലാണ്. അതുകൊണ്ടായിരിക്കും ക്യാമ്പ് കുത്തിയിട്ടേക്കുന്നത്. 5-6 ദിവസമായി. ഇനി 1-ാം ദിവസം ഷൂട്ട് തുടങ്ങുകയാണ് വീണ്ടും. അതൊരു സന്തോഷമാണ്, എല്ലാവരെയും കാണാൻ പറ്റും. പിന്നെ അവർക്കും അവര് എന്നോട് പറഞ്ഞു, ചേച്ചി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ മക്കള് തിരിച്ചറിയും, ഒരു മാറ്റം വരും, 1 വർഷമായിട്ട് ഒരു മാറ്റം വരണം, ഉള്ളിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ 1 വർഷത്തിൽ ഒരു മാധ്യമങ്ങൾക്കോ ഒന്നും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവോ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പലരും അതിലേക്ക് മനസ്സിൽ വരുമായിരുന്നു ലൗലി ചേച്ചി. ആ ഒരു ചോദ്യമാണ് ഞാൻ ബാക്കി വെച്ചിരുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ കുടുംബം വിട്ടു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തായാലും നാട്ടിലെല്ലാവരും അറിയും, ഇത് വലിയ വാർത്തയാകും എന്നൊക്കെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. ഏതെങ്കിലും സമയത്ത് അവരങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ, പുറത്തേക്ക് പോകരുത് അല്ലെങ്കിൽ നിൽക്കണം, ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട്, അമ്മയെയും അച്ഛനെയും വാർദ്ധക്യമാകുമ്പോൾ ഉപേക്ഷിക്കുന്ന മക്കളുടെ കഥകൾ കേട്ടിട്ടുണ്ട്, സിനിമകൾ കണ്ടിട്ടുണ്ട്, എഴുത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇങ്ങനൊരു കഥാപാത്രമില്ല. അമ്മയെ വേണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ ഞാനും അമ്മയുടെ കൂടെ പോവാണെന്ന് പറയുന്ന ഒരു മകളുടെ കഥാപാത്രം നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു ആ സമയത്ത് മനസ്സിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, കാരണം അമ്മയ്ക്ക് വേറെ മക്കളില്ല, അമ്മയ്ക്ക് വേറെ എനിക്ക് ഒരു ഓപ്ഷനും ഇല്ല. കാരണം അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ എനിക്കിനി അതേ ഉള്ളൂ. അമ്മയെ സുരക്ഷിതയാക്കുക. അവസാന കാലത്ത് അമ്മ ഒരു സന്തോഷം അനുഭവിക്കാത്ത ഒരു അമ്മയാണ്. ജീവിതത്തിൽ ഒരു സുഖമോ സന്തോഷം അനുഭവിച്ചല്ല. ഇനിയുള്ള കാലമെങ്കിലും എന്റെ അമ്മയ്ക്ക് സമാധാനം കൊടുക്കണം, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ ഒരു ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതിന്റെ പേര് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ശരി ഇതാ, എന്റെ അമ്മയുടെ കൂടെ നിൽക്കുക. എനിക്ക് ഈ ലോകത്ത് അമ്മയല്ലാതെ, അമ്മയ്ക്ക് ഞാനല്ലാതെ വേറൊരാരുമില്ല. അമ്മയ്ക്ക് ബന്ധുക്കൾ ആരുമില്ല. അമ്മയുടെ എല്ലാ ആൾക്കാരും മരിച്ചു പോയി കഴിഞ്ഞു. പിന്നെ ഈ ലോകത്ത് അമ്മയ്ക്ക് നോക്കുന്നത് എപ്പോഴും ഞാൻ കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് നോക്കി എന്റെ അമ്മ കിടക്കുന്നത്. അമ്മ കിടക്കുന്നിടത്തേക്ക് ഞാൻ തിരിഞ്ഞു കിടന്ന അമ്മ തിരിഞ്ഞു കിടക്കണമെന്ന് ഇപ്പൊ പറയുന്ന ആവൊന്നും വഴങ്ങത്തില്ല, എങ്കിൽ പോലും തിരിഞ്ഞു കിടക്കണമെന്ന് അമ്മ ആഗ്രഹിക്കും. അമ്മയുടെ മുഖത്തേക്ക് നോക്കി വേണം ഞാൻ കിടക്കാൻ. അങ്ങനെ എന്റെ അമ്മ കിടക്കുന്നത്. സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കൊച്ചെന്ന് മാത്രം ഒന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. അല്ലെ അമ്മയെന്ന് വിളിക്കും. ചില സമയത്ത് ഞാൻ അമ്മയായിട്ടാണ് അമ്മ ഇപ്പൊ കണക്കാക്കുന്നത്. അതാണ് എന്റെ ഒരു തീരുമാനം. അങ്ങനെയാണ്. പിന്നെ ഒരു മക്കൾക്കോ ഭർത്താവോ വരരുത്. കാരണം അവര് പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ പോകുന്നത്. എല്ലാം സഹിച്ചു നിൽക്കാനാ പറഞ്ഞത്. സഹിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ അവര് അത് സ്ഥലത്തില്ല. അപ്പൊ സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറമായിരുന്നു. അതെന്റെ അയൽവക്കത്തുള്ളവർക്കും എന്റെ നാട്ടുകാർക്കും ഒക്കെ അറിയാം ഞാൻ സഹിച്ചിട്ടുള്ളതൊക്കെ. അപ്പൊ പോരുമെന്ന പലരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോകും, ഇട്ടിട്ട് പോകും, എനിക്കിന്ന് നിൽക്കാൻ പോയി, അമ്മയും കൂടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഒരു നല്ല കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടണേ, അതായിരിക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പോരുന്നത്. ഒരിക്കലും അവർക്കൊരു നാണക്കേട് ഉണ്ടാക്കണമെന്നോ അവർ ചെയ്തത് ശരിയാണ് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ശരി അവർ ചെയ്തു, എന്റെ ശരി ഞാനും ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതുവരെയും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, 1 വർഷം എന്നൊക്കെ പറഞ്ഞല്ലോ. ആ പ്രതീക്ഷ മുഴുവനായിട്ടും നശിച്ചു പോയോ? മക്കളുടെ അടുത്തേക്ക് ഇനി പോകുന്നില്ലേ? പോകാനായിട്ട് തീരുമാനങ്ങളൊന്നുമില്ല. അവരെ കാരണം അമ്മ ജീവനോടെ, എന്റെ അമ്മ ഇപ്പോൾ ജീവനോടെ ഇവിടെയുണ്ട്. ജീവനോടെ അവരുണ്ടാക്കിയ ആ മണ്ണിൽ കിടന്ന് മരിക്കാൻ ഒരു അനുവാദം ഇല്ലെങ്കിൽ, മരിച്ചു കഴിഞ്ഞ് ഞാൻ അവരുടെ മണ്ണിൽ കൊണ്ട് അടക്കുന്നു. ആ ആത്മാവിനെ കണ്ട് സന്തോഷിക്കട്ടെ. പക്ഷെ പിന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. കാരണം എന്റെ അമ്മയ്ക്ക് ജീവനോടെ കഴിയാൻ പറ്റാത്ത ആ വീട്ടിൽ എനിക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? അവരുണ്ടാക്കി കഷ്ടപ്പെട്ട മണ്ണ്, ചങ്ങനാശ്ശേരിയിലെ സ്ഥലം വിറ്റ് ഞാൻ ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചത്. അതിൽ വീട് പണിതത് വർഷങ്ങൾക്ക് ശേഷം. വീട് പണി തീർന്ന് എന്റെ മോന് ജോലി ആയതിനു ശേഷം അത് പൂർണ്ണമായത്. അവനാണ് പൂർണ്ണമാക്കിയത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ 80% കഷ്ടപ്പാട് എനിക്കായിരുന്നു. ഞാന് തൃപ്രയാറ് നാടകം 2 നാടകങ്ങൾ കഴിച്ചിട്ട് വന്ന് ഈ വീട് വാർക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഉറക്കം നിന്ന് വന്നിട്ട് അത്രയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടാണ്. ആ വീട് വിട്ട് ഞാൻ പോകണമെങ്കിൽ നമ്മുടെ വീട്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അപ്പൊ അതേപോലെ ഒരു വേദനയാണ് എന്റെ വീട്ടിൽ ഞാൻ ഇറങ്ങുമ്പോ. പക്ഷെ ഞാൻ വിചാരിച്ചു ഒരു മനംമാറ്റം വരും. പക്ഷെ അവരത് ആഗ്രഹിച്ചിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പോകാനും. എന്റെ അമ്മയെ ഞാൻ പോകാൻ ആഗ്രഹിച്ചത്. അമ്മ അവർക്കൊരു ശല്യമായിരുന്നു. അപ്പം അവരും വിചാരിച്ചത് ഞാൻ ഇവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു ചെല്ലുവാണ്. പക്ഷെ എന്റെ മനസ്സാക്ഷി അനുവദിച്ചില്ല. ഞാൻ ആലോചിച്ചു, ഞാൻ അങ്ങനെ ചെയ്ത് എനിക്ക് എങ്ങനെ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റും? എന്റെ അമ്മ ഒരു സ്ഥലത്ത്, ഞാൻ വേറൊരു സ്ഥലത്ത്. അങ്ങനെ എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വരും. സാറിനോട് ചോദിച്ചു എന്നെ കൂടെ നിർത്തുമെന്ന് ചോദിച്ചോ പറഞ്ഞു, ഒരു കുഴപ്പമില്ല,
അമ്മയുടെ കൂടെ നിന്നോളാൻ പറഞ്ഞു. പിന്നെ ജോലിക്ക് പോകാം, ആര് വിളിച്ചാലും വർക്കിന് പോകണം, പോകാതിരിക്കരുത്, അതൊരു സന്തോഷമാണ്. വർക്ക് വരും, വർക്ക് വരാതിരിക്കത്തില്ല. അതെല്ലാം വിളിക്കുമ്പോൾ എല്ലാവരോടും പറയണം ഗാന്ധി ഭവൻ അത് അനുവദിക്കുന്ന ആളാണ് എന്ന് പറയണം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വീണ്ടും വർക്ക് വന്നത്. തീർച്ചയായിട്ടും ലൗലി ചേച്ചി, താങ്കൾ ചെയ്തത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ ഒരു വലിയ ആളുകൾക്ക് ചിന്തിക്കാനുള്ളൊരു വലിയ വിഷയമാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് സ്വന്തം ജീവിതം കൊണ്ടാണ് എന്നുള്ളതാണ് എല്ലാവർക്കും പറ്റാത്ത കാര്യം. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഒരുപാട് സിനിമകളും സീരിയലും ഒക്കെ ചെയ്യാൻ കഴിയട്ടെ, ഒരുപാട് വർക്ക് വരട്ടെ, ഞങ്ങൾക്ക് നല്ല കഥാപാത്രങ്ങളായി ഞങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കഴിയട്ടെ. ഞങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ സുഖമായിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. മുന്നോട്ട് പോകും. സന്തോഷം. എനിക്ക് ഇത്രയും പറയാൻ ഒരു അവസരം തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. സന്തോഷം. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.